ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഞാൻ വീട്ടിലെ അടുക്കിപ്പറക്കലിൻ്റെ ഇടയ്ക്കാണ് എനിക്കൊരു കീസ് കിട്ടിയത്. അപ്പോൾ ആ കീസ് തുറന്ന് നോക്കിയപ്പോൾ ഉണ്ട് പണ്ടത്തെ കുറേ ഓർമ്മകൾ അതിലിരിക്കുന്നത് കണ്ടു. പണ്ട് മുതലേ എനിക്കുള്ളൊരു ശീലമായിരുന്നു, എന്തെങ്കിലും ഓർമ്മകളുണ്ടെങ്കിൽ അതിങ്ങനെ സൂക്ഷിച്ച് വെക്കും. സൂക്ഷിച്ച് വെച്ചിട്ട് കുറേ നാളുകൾ കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തൊന്ന് ഓപ്പണായിട്ട് നോക്കും. ഇതൊക്കെ എൻ്റെ സൂക്ഷിച്ച് വെക്കലിൻ്റെ കാൽ ഭാഗം മാത്രമാണ് കേട്ടോ. കുറേയൊക്കെ നശിച്ചു പോയി, കുറേയൊക്കെ എവിടെയൊക്കെയോ മിസ്സായിപ്പോയി. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകൾ ഇങ്ങനെ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ ദേ ഇതെൻ്റെ കല്യാണ ലെറ്ററാണ് കേട്ടോ. ഒരു 27 വർഷം മുന്നുള്ള എൻ്റെ ഉമ്മയുടെ കല്യാണ ലെറ്റർ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മ പോലെ ഞാനും എൻ്റെ കല്യാണ ലെറ്റർ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. എൻ്റെ മക്കളൊക്കെ വളർന്നു വരുമ്പോൾ അവരെ കാണിക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ ദേ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ട്യൂഷൻ സെൻറ്ററിലൊക്കെ പഠിക്കുന്ന സമയത്ത് റിസൾട്ട് വരുമ്പോൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ ഇതിൽ ഇക്കയുടെ ഫോട്ടോ ഉള്ളതുകൊണ്ട് ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറേയൊക്കെ നശിച്ചു പോയി കേട്ടോ. ആ ഒരു പോർഷൻ മാത്രം ഞാൻ കട്ട് ചെയ്തിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ എനിക്ക് പണ്ട് മുതലേ ഡയറി എഴുതുന്ന ശീലം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും പല ആളുകളോടും ഷെയർ ചെയ്യുമായിരിക്കുമല്ലോ. അപ്പോൾ കുറേയൊക്കെ നമ്മുടെ പാരൻസിനോട് ഷെയർ ചെയ്യും, കുറേയൊക്കെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും, കുറേയൊക്കെ പാർട്ട്ണറിനോട് ഷെയർ ചെയ്യും. അപ്പോൾ ഇവരോടൊന്നും ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അതൊക്കെ എൻ്റെ ഈ ഡയറികളിൽ എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഡയറികൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ മിസ്സായിപ്പോയി. ഒരുപക്ഷെ ആ മിസ്സായിപ്പോയത് നശിച്ചു പോയമായ ഡയറി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിലൊക്കെ ഓർമ്മകൾ എനിക്ക് അതിൽ നിന്നും കിട്ടിയേനെ. ഇതൊക്കെ എൻ്റെ പ്രണയം പൂത്തുലഞ്ഞ് നിൽക്കുന്ന സമയത്ത് വീട്ടിലൊക്കെ ഭയങ്കര വമ്പൻ സീനായിട്ട് നിൽക്കുന്ന സമയത്ത് എഴുതിയ കുറേ ഡയലോഗുകളാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ വായിക്കുമ്പോൾ വമ്പൻ കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എനിക്കിതൊക്കെ കോമഡി ആയിട്ട് തോന്നുമെങ്കിലും അന്ന് വല്ലാത്തൊരു സാഹചര്യത്തിൽ എഴുതിയ ഡയറികളാണിതൊക്കെ. അപ്പോഴത്തെ ആ ഒരു സമയത്ത് ആകെയുള്ള ഒരു റിലാക്സേഷൻ എന്ന് പറയുമ്പം ഇങ്ങനെയുള്ള കുറേ എഴുത്തുകുത്തുകളായിരുന്നു. ആ സമയത്ത് കഥകളും കവിതകളും ലേഖനങ്ങളും ഒക്കെ ഞാൻ ഒരുപാട് എഴുതുമായിരുന്നു. അന്ന് എൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള കഥകളൊക്കെ ഇങ്ങനെ ഡയറികളിൽ കുത്തിക്കുറിച്ച് വെക്കുക, പിന്നെ ഇക്കയുടെയും പേരൊക്കെ ഇങ്ങനെ കുത്തിക്കുറിച്ച് വെക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട വരികളൊക്കെ ഞാനിങ്ങനെ കുറിച്ച് വെക്കുമായിരുന്നു. ഇഷ്ടപ്പെട്ട കവിതകൾ, അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഒക്കെ കേട്ടിട്ട് അതിങ്ങനെ എഴുതി വെക്കുമായിരുന്നു. അന്ന് മെയിനായിട്ടുള്ള ഒരു സംഭവമായിരുന്നു നമ്മുടെ എയർപോഡ് പോലുള്ള പാട്ട് കേൾക്കുന്ന സംഭവം ഉണ്ടല്ലോ. അതിങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് പാട്ടൊക്കെ കേട്ടിട്ട് അതിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് അതിൻ്റെ ലൈനൊക്കെ ഇങ്ങനെ എഴുതി കുറിച്ച് വെക്കുക. അന്നത്തെ കാലത്തെ എൻ്റർടൈൻമെൻറ്റൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ. അന്ന് ഉമ്മി വഴക്ക് പറഞ്ഞാലും വാപ്പി വഴക്ക് പറഞ്ഞാലും കൂട്ടുകാരുമായിട്ട് പിണങ്ങിയാലും ഒക്കെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഈ ഡയറികളൊക്കെ ആയിരുന്നു. പിന്നെ ദേ ഈ കുത്തിക്കുറിച്ച് വെച്ചിരിക്കുന്നത് 2015 കേട്ടോ. അന്ന് ലൈഫിലേക്ക് ഒരിക്കലും സ്വന്തമാകില്ല എന്ന് വിചാരിച്ചിരുന്ന കുറേ പേരുകളാണിതൊക്കെ. ഇതൊക്കെ ഇപ്പോൾ എൻ്റെ സ്വന്തം മാത്രമായി മാറി. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. കാരണം അന്ന് എഴുതുന്ന സമയത്തൊന്നും ഇവരൊക്കെ എൻ്റെ സ്വന്തമാകും എന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ വല്ലാത്തൊരു ഹാപ്പിനെസ് തോന്നുന്നുണ്ട്. പിന്നെ ഇതേ പണ്ടത്തെ ഭ്രാന്താണ് ഇതേപോലെ ഇക്കയുടെ പേരൊക്കെ ഇങ്ങനെ ഡയറിയിൽ ഇങ്ങനെ ചുമ്മാ കുറിച്ച് വെക്കുന്നത്. എവിടെ കണ്ടാലും ആ പേര് എഴുതി വെക്കുമായിരുന്നു. പിന്നെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, നേഹാമോൾ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എവിടെ ആണെങ്കിലും നേഹ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുമായിരുന്നു. അപ്പോൾ പ്രണയിക്കുന്നവർക്കറിയാമായിരിക്കും ഇങ്ങനെയുള്ള പേരിൻ്റെ ഉത്ഭവമൊക്കെ. പക്ഷേ ആ പേര് തന്നെയാണ് കേട്ടോ ഇന്ന് എൻ്റെ മോൾക്ക് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ആൽബം സോങ്ങുകളാണ്. ഇതൊക്കെ സലീം കൊടത്തൂരിൻ്റെയും അതേപോലെ തന്നെ തൻസീർ കൂത്തുപറമ്പിൻ്റെയൊക്കെ സോങ്ങുകളാണ്. അന്ന് ആ സമയത്ത് ഇതൊക്കെ എനിക്ക് ഭയങ്കര പ്രാന്തായിരുന്നു ഇവരുടെ പാട്ടുകളൊക്കെ. അന്ന് പ്രണയമൊക്കെ തലയ്ക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു റിലാക്സേഷൻ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പാട്ടൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് അത് എഴുതി ഇങ്ങനെ ബുക്കിൽ എഴുതി വെക്കുമായിരുന്നു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഈ ഡയറികളുടെ എല്ലാം കൂട്ടത്തിൽ എനിക്ക് ബെസ്റ്റായിട്ടൊരു ഡയറി ഉണ്ടായിരുന്നു. അതെൻ്റെ സ്പെഷ്യൽ ഡയറി ആയിരുന്നു. അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എൻ്റെ വാപ്പ അത് കീറി തീയിട്ടു. അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ മിസ്സായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ 10th ഓട്ടോഗ്രാഫ്. അപ്പോൾ ആ ഡയറിയും അതുമാണ് എനിക്ക് ഇതിൽ നഷ്ടപ്പെട്ടു പോയതിൽ ഏറ്റവും കൂടുതൽ വിഷമം നൽകുന്ന ഒന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് ഞാൻ കഥകളും കവിതകളും ലേഖനങ്ങളും ഒക്കെ എഴുതി വെക്കുമായിരുന്നു. അതിൻ്റെ ഭയങ്കര ഹോബിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറേ ലേഖനങ്ങളൊക്കെ ഒത്തിരി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എനിക്കൊരു ബുക്സ് ആക്കണമെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കുറേ ലേഖനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇതും ഞാൻ പണ്ടങ്ങാണ്ട് എപ്പോഴോ എഴുതിയൊരു എന്തോ ഒരു കഥയും കണ്ടാണ്, ഒരു മാതൃത്വത്തെക്കുറിച്ചും. ഇപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ ഇത്രയും കഴിവുകൾ എനിക്കുണ്ടായിരുന്നു എന്ന് ഞാൻ ആലോചിച്ച് പോകാറുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ. ഇതിൻ്റെ ഉത്ഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ നടി നവ്യ നായരുടെ അമ്മയായിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. അപ്പോൾ അന്ന് നവ്യ വീട്ടിലുള്ള സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണിത്. പക്ഷേ എനിക്കന്ന് പോകാൻ പറ്റിയില്ലായിരുന്നു.
പിന്നെ ദേ ഈ കാണുന്നത് എൻ്റെ +2ൻ്റെ നോട്ട്ബുക്കാണ് കേട്ടോ. ഇത് ഇംഗ്ലീഷിൻ്റെ നോട്ട്ബുക്കും പിന്നെ അതേപോലെ ഒരു എക്കണോമിക്സിൻ്റെ നോട്ട്ബുക്കുമാണ് എൻ്റെ കയ്യിലുള്ളത്. കാരണം 10ൻ്റെയും +2ൻ്റെയൊക്കെ ഒരുപാട് ബുക്കുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൂടെ സൂക്ഷിച്ച് വെക്കുന്ന ബുദ്ധിമുട്ട് കാരണം കുറേയൊക്കെ ഞാൻ മാറ്റി. പിന്നെ അതാണ്ട് ഇത് കണ്ടോ, അന്ന് എഴുതാനായിട്ട് മാറ്റിയിട്ട പേജുകളാണിതൊക്കെ. പക്ഷേ ഇന്നും അത് ബ്ലാങ്കായിട്ട് തന്നെ തുടരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയത് ദേ ഈ ഒരു കുഞ്ഞ് ഡയറിയാണ്. ഇത് കുറേ കണക്കുകളൊക്കെ എഴുതിയ ഡയറിയാണ്. ഇതെൻ്റെ വാപ്പാപ്പാടെ ഓർമ്മയാണ് കേട്ടോ. എൻ്റെ വാപ്പാപ്പ മരിച്ചുപോയി. അപ്പോൾ വാപ്പാപ്പ അന്ന് ആ സമയത്തൊക്കെ കണക്കെഴുതുന്ന ബുക്കായിരുന്നു. അത് ഞാൻ വാപ്പാപ്പാടെ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചു. പിന്നെ ഇതെൻ്റെ ഇത് +2നും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുമ്പോൾ ഉള്ള ഓട്ടോഗ്രാഫ് ബുക്കാണ്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഓട്ടോഗ്രാഫുകൾ എഴുതുമോയെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പം വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ സൗഹൃദബന്ധം നിലനിർത്താനുള്ള പല വഴികളും ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സമയത്ത് ഇതൊക്കെ ഭയങ്കരമായിരുന്നു കേട്ടോ. പക്ഷേ +2ൻ്റെ ഓട്ടോഗ്രാഫ് കുറച്ച് ശോകമാണ്. കാരണം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കീറി ഓരോ വശത്തൊക്കെ ആയിട്ടിരിക്കുകയാണ്. എന്നാലും അതിങ്ങനെ ഓർമ്മകളായിട്ടിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ 10ൻ്റെ ഓട്ടോഗ്രാഫ് ബുക്ക് ഇതിലും വളരെയധികം മനോഹരമായിരുന്നു. അതിൽ കുറേ എഴുത്തുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ അന്നത്തെ ഓട്ടോഗ്രാഫിൻ്റെ മോഡലുകളാണിതൊക്കെ. അന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന മോഡൽ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇതിൽ ഡയലോഗുകളൊക്കെ ഇപ്പോൾ എന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നാം തമ്മിൽ പിരിയുന്ന വേളയിൽ വളരെ വിഷമമുള്ള എനിക്ക് നിന്നോട് പറയാനുള്ളത്, നമ്മളെ അകറ്റിയാലും മനസ്സിലെ ഏതെങ്കിലും കോണിൽ നീ ഉണ്ടാകും. ഇപ്പോൾ ഈ എഴുതിയവൻ ഏത് കോണിലാണോ എന്തോ. പിന്നെ ഈ മംഗ്ലീഷിൽ ഈ ഓട്ടോഗ്രാഫ് എഴുതി തന്നത് എൻ്റെ +2ൽ ബെസ്റ്റായിട്ട് നിന്നൊരു ഫ്രണ്ടാണ് കേട്ടോ. അവൾ മംഗ്ലീഷിലായിരുന്നു എനിക്ക് ഓട്ടോഗ്രാഫ് എഴുതി തന്നത്. അവൾ എഴുതിയേക്കുന്ന ഈ ഒരു ചീത്ത നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല, പട്ടിത്താണ്ടി. അപ്പോൾ സ്വന്തമായിട്ട് നല്ല രീതിയിൽ ചീത്ത പോലും വൃത്തിയായിട്ട് എഴുതാൻ പറ്റാത്ത അവൾ ഇന്നൊരു വക്കീലായി തുടരുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷ്ണു ഒക്കെ ഏതാണെന്ന് പോലും എനിക്കറിയത്തില്ല. മറക്കാതിരിക്കുക, ഓർക്കുക, വല്ലപ്പോഴെങ്കിലും ഓർക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഏത് വിഷ്ണു ആണോ എന്തുവാണോ എന്തൊരു ഒന്നും ഓർമ്മയില്ല. പിന്നെ നല്ല വിഷമമൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഈ ഒരു ഡയലോഗുകളൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. നിങ്ങൾക്കും കാണില്ല ഇതേപോലുള്ള ഓർമ്മകളൊക്കെ. സത്യം പറഞ്ഞാൽ ഈ പഴയ ഓർമ്മകളൊക്കെ എടുത്ത് വായിക്കുമ്പോൾ എന്തോ എവിടേക്കോ ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. ഇതൊക്കെ ഞാൻ ഓട്ടോഗ്രാഫിൽ ഫസ്റ്റിൽ എഴുതിയ ആമുഖമാണ്. ഇതൊക്കെ ഞാൻ തന്നെ എഴുതിയതാണോ എന്ന് ഞാൻ ഓർക്കാറുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ആ പഴയകാല ഓട്ടോഗ്രാഫുകളൊക്കെ ഓർമ്മ വരില്ലേ. ഇത് എൻ്റെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തുള്ള ഓട്ടോഗ്രാഫാണിത്. ഇതെന്താണ് എഴുതി വെച്ചേക്കുന്നത് പോലും എനിക്കിപ്പോൾ വായിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ഈ ഡിഗ്രിയുടെ ഓട്ടോഗ്രാഫ് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാം എന്നെ പൊക്കിയടിച്ചിട്ട് എഴുതിയേക്കുന്ന കുറേ ഓട്ടോഗ്രാഫുകളാണ്. ഡിഗ്രിയുടെ കാലഘട്ടത്തിലുള്ള ഓട്ടോഗ്രാഫ് ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ ഇതിനകത്തെല്ലാം വന്നിരിക്കുന്ന മെയിൻ ഒരു പോയിൻ്റ് ഉണ്ട്. നിന്നെ ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ജാടയാണെന്നാണ് കരുതിയത്. പക്ഷേ പരിചയപ്പെട്ടപ്പോഴല്ലേ ഇത്രയും പാവമാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഡയലോഗുകളൊക്കെ എന്നെ വല്ലാണ്ട് അങ്ങ് സുഖിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കോളേജ് സമയത്ത് ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന് തന്നെ പറയാം കേട്ടോ. എല്ലാവരും ഉപദേശിക്കാൻ പോകുമായിരുന്നു. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോഴത്തേക്കും ഞാൻ ബാക്കിലോട്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് സാറിൻ്റെ ക്ലാസ്സുകളെക്കാട്ടിലും കൂടുതലും എൻ്റെ കഥകൾ കേട്ടിരിക്കുന്ന കൂട്ടുകാരെ ഈ സമയത്ത് ഞാൻ ഓർക്കാറുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ക്ലാസ്സിൽ മൂഡ് ഓഫായിട്ട് വന്നിരിക്കുന്നവരെ എങ്ങനെയെങ്കിലും ഓണാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ സംസാരിച്ച് വാചകത്തിൽ വീഴ്ത്തിയിട്ടുണ്ട്. പിന്നെ അന്ന് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഓരോ ഓർമ്മകളെങ്കിലും പഠിക്കുന്ന കൂട്ടുകാർക്ക് നൽകാൻ പറ്റി എന്നുള്ളത് എനിക്കൊരു ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അവരുടെ പഠനകാലത്തിലോട്ട് ബാക്കിലോട്ട് നോക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു കോളേജ് ലൈഫൊക്കെ ഇങ്ങനെ ആലോചിച്ച് വരുമ്പോൾ അതിൽ ഒരു ഓർമ്മകളിലൊന്നായിട്ട് ഞാനവിടെ കാണും എന്നുള്ളത് എനിക്ക് എന്തായാലും ഒരു ഉറപ്പുണ്ട്. ചളികളടിച്ചും ക്ലാസ്സുകൾ കട്ട് ചെയ്തും കഥകൾ പറഞ്ഞിരുന്ന ആ ഒരു കാലഘട്ടം ഒരിക്കലും ഇനി തിരിച്ചു വരില്ല എന്നറിയാം. ഒരു പക്ഷേ അന്ന് പഠിപ്പ് എന്ന് പറഞ്ഞ് ആ ഒരു ലെവലിൽ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയേനെ. അന്ന് എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ളത് അലമ്പിനായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈഫിലേക്ക് വരുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട് ഓർക്കാനായിട്ട്. ഓരോ വയസ്സിൽ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ ബാക്കിലേക്കൊന്ന് നോക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ കുറച്ച് ഓർമ്മകൾ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഉമ്മയുടെ കല്യാണ ആൽബത്തിലെ ഫോട്ടോ ആയിരുന്നു അത്. പിന്നെ ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ അന്ന് സങ്കടത്തോടെ എഴുതിയ വരികൾ ഇന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും അതേപോലെ തന്നെ കോമഡി ആയിട്ടാണ് തോന്നുന്നത്.
പക്ഷേ അന്ന് സന്തോഷത്തോടെ എഴുതിയ പല വരികളും ഇന്ന് കാണുമ്പോൾ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചെറുതായിട്ട് വിഷമവും തോന്നുന്നുണ്ട്. പിന്നെ അന്ന് കുത്തിക്കുറിച്ച വരികളിൽ ഏറ്റവും കൂടുതലും എൻ്റെ പ്രണയമായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ ആ പ്രണയം എനിക്ക് നഷ്ടപ്പെട്ടു പോയില്ല. അതെൻ്റെ കൂടെ തന്നെ ഇപ്പോഴും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഭയങ്കര അഡിക്റ്റായിരുന്നു ഈ ആൽബം പാട്ടുകളുടെയൊക്കെ മുന്നിൽ. അന്ന് സലീം കൊടത്തൂർ, തൻസീർ കൂത്തുപറമ്പ്, ഷാഫി കൊല്ലം ഇവരുടെയൊക്കെ പാട്ടുകൾ ഞാനിങ്ങനെ ടി വിയിലൊക്കെ വരുമ്പോൾ റിപ്പീറ്റ് അടിച്ച് വീണ്ടും വീണ്ടും കേൾക്കുമായിരുന്നു. അത് കണ്ടിട്ട് എൻ്റെ ഉമ്മ എപ്പോഴും എന്നെ ചീത്ത വിളിക്കുമായിരുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ പണ്ട് എഴുതിയ കഥകളാണ് കേട്ടോ. ഉദിച്ച പ്രണയത്തിന് മുന്നിൽ അസ്തമിച്ച സൗഹൃദം. പിന്നെ പണ്ടത്തെ പ്രണയമൊക്കെ നമ്മൾ പ്രതിഫലിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോഴത്തെ പ്രണയം പ്രതിഫലിപ്പിക്കുന്നത് വെട്ട്, കുത്ത്, ആസിഡ് എന്നിവയിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലത്ത് ജനിച്ചതും ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റിയതും വളരെയധികം അഭിമാനമായി തോന്നുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ ലാഗ് അടിപ്പിക്കുന്നില്ല, എൻ്റെ ഓർമ്മകൾ പറഞ്ഞ് വീഡിയോ ഞാൻ നിർത്തുന്നു. താങ്ക്